ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. ഭൂമിയുടെ കൈവശാവകാശ രേഖ നൽകുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. പുന്നയൂർകുളം കടിക്കാട് വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ NP വിനോദാണ് അറസ്റ്റിലായത്. ജില്ലയിലെ കോൾ നിലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. ഇറിഗേഷൻ കനാലുകളിലെ ചണ്ടി നീക്കി വെള്ളം സുഗമമായി എത്തിക്കാൻ നടപടിയെടുക്കുമെന്ന് കളക്ടർ. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം റിപ്പോർട്ട് ഹാജരാക്കാനാണ് അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്ങടത്ത് നൽകിയ ഹർജിയിൽ കോടതി ഉത്തരവിട്ടത്. പുതുക്കാട് ബാർ ഹോട്ടലിൽ ഉണ്ടായ സംഘർഷത്തിൽ 4 പേർ അറസ്റ്റിൽ. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മദ്യപാന സംഘത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആറ്റൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മരക്കുറ്റിയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എരനല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. പുന്നമ്പറമ്പിൽ ടിപ്പർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞു. ഗുരുവായൂർ ആനയോട്ടത്തിൽ ഇത്തവണ 3 ആനകളെ മുൻനിരയിൽ ഓടിക്കാൻ തീരുമാനം. മതപ്പാടിൽ അല്ലാത്തതും ആരോഗ്യവാന്മാരുമായ ആനകളെയാണ് പങ്കെടുപ്പിക്കുക. ഈ മാസം 28-നാണ് ആനയോട്ടം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലേക്ക്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. 3 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നാണ് നിയമം. എന്നാൽ 7 വർഷമായി സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. ശമ്പള വർധനവ് നടപ്പിലാക്കാൻ സർക്കാർ ഉത്തരവിറക്കണം. ഇതിന് സർക്കാർ തയ്യാറാകാത്തതാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ശമ്പള വർധനവ് നടത്താത്തതിന് കാരണം. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നഴ്സുമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാവാത്തതെന്നാണ് ആക്ഷേപം. ഈ സാഹചര്യത്തിലാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തുന്നത്. തൊഴിലുറപ്പ് പറഞ്ഞത് 3 വർഷത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട അലവൻസുകളെല്ലാം പുനഃസ്ഥാപിച്ചു തരും പുതിയ ഉത്തരവിറക്കും. അതൊരു മിനിമം വേസിന്റെ കാലാവധി ഏറ്റവും കുറഞ്ഞത് 3 വർഷവും പരമാവധി കാലാവധി 5 വർഷമാണ്. 2018 ഏപ്രിൽ 23 ഈ ഉത്തരവ് വന്നതിന് ശേഷം നാളിതുവരെയായിട്ട് പിന്നീട് ഒരു ശമ്പള പരിഷ്കരണവും ഈ മേഖലയിൽ നടപ്പിലായിട്ടില്ല. 2018 ശേഷം നിരവധിയായ ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴും ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കേരളത്തെയും നാടിനെയും ഒക്കെ താങ്ങി നിർത്തിയ നഴ്സുമാരടക്കമുള്ള മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും യാതൊരുവിധ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകെ ഒരു മാലാകപ്പട്ടം മാത്രമാണ് ചാർത്തിയത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കണമെന്നാണ് UNA-യുടെ ആവശ്യം. കൂടാതെ ഡോക്ടർ S. ബലരാമൻ കമ്മിറ്റി, വീരകുമാർ കമ്മിറ്റി ശുപാർശകൾ പൂർണ്ണമായി നടപ്പിലാക്കണമെന്നും ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ സർക്കാരിന് നഷ്ടം വരുന്ന വിഷയമല്ല സ്വകാര്യ ആശുപത്രികളിലെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട്. അവരെല്ലാം ശമ്പളം കൊടുക്കുന്ന പക്ഷേ സർക്കാർ ഉത്തരവില്ലാതെ എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുക്കാതിരിക്കുന്നത്. പിന്നെ ആരെ ഭയന്നിട്ടാണ് സർക്കാർ ഇത് പ്രഖ്യാപിക്കാത്തത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതൊരു മുന്നറിയിപ്പായിരിക്കും. ഈ മുന്നറിയിപ്പ് കൊണ്ട് തീരുമാനമെടുത്തില്ലെങ്കിൽ ലോങ് മാർച്ച് അടക്കമുള്ള സമ്പൂർണ്ണ പണിമുടക്കമുള്ള നടപടിയിലേക്ക് സംഘടന കടക്കും. ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ സ്തംഭിപ്പിക്കാതെയാണ് ശനിയാഴ്ച സൂചനാ പണിമുടക്ക് നടത്തുക. പണിമുടക്കിന്റെ ഭാഗമായി തൃശൂരിൽ പ്രകടനവും ശക്തൻ നഗറിൽ അവകാശ പ്രഖ്യാപന സമ്മേളനവും സംഘടിപ്പിക്കും. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ലോങ് മാർച്ച്, സമ്പൂർണ്ണ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UNA ദേശീയ പ്രസിഡന്റ് ജാസ്മിൻ ഷാ, സെക്രട്ടറി MV സുധീഷ്, സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ്, സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ES ദിവ്യ എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. ഭൂമിയുടെ കൈവശാവകാശ രേഖ ഉൾപ്പെടെ വിവിധ രേഖകൾ നൽകുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടി. പുന്നയൂർകുളം കടിക്കാട് വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ NP വിനോദാണ് അറസ്റ്റിലായത്. വില്ലേജ് ഓഫീസർ പരാതിക്കാരനോട് വിലപേശുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. പണം ചാക്കിലോ പേപ്പറിലോ പൊതിഞ്ഞ് സീറ്റിന് പുറകിലേക്കിടാൻ വില്ലേജ് ഓഫീസർ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 5 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ചോദിച്ചത്. വിലപേശലിൽ അത് 2.5 ലക്ഷം രൂപയായി കുറച്ചു. DYSP ജിംപോൾ, SI-മാരായ ജയേഷ് ബാലൻ, S. അനീഷ്, K. രാജൻ, ബൈജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചിമ്മിനി ഡാമിൽ നിന്ന് 13,000 ഏക്കർ കോൾ നിലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. മുൻ MP TN പ്രതാപൻ, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര എന്നിവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. അരമണിക്കൂറോളം ഉപരോധം തുടർന്നു. പിന്നീട് കളക്ടർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ദുരന്ത നിവാരണ ഫണ്ട് വഴി ചണ്ടി നീക്കുന്നതിനുള്ള മാർഗം
കൃഷി നശിച്ചവർക്കുള്ള പാക്കേജ്, കുടിവെള്ളമെത്താത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളമെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങിയവ ഉടൻ നടപ്പിലാക്കുമെന്ന് ചർച്ചയിൽ കളക്ടർ അറിയിച്ചു. കളക്ടർക്ക് ഈ കാര്യത്തിൽ ഗൗരവം ബോധ്യമായി. ആദ്യം കളക്ടർ ഒന്ന് ഉഴപ്പാൻ നോക്കി. പിന്നെ ഞങ്ങൾക്ക് ജനങ്ങളാണ് വലുത്, കൃഷിക്കാരും ജനങ്ങളുമാണ് വലുത് എന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലുമുള്ള ഉഴപ്പലിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് സംഭവിക്കാനുള്ളൊരു കാരണം ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം വിടുന്ന കനാലിൽ പുതിയതായിട്ട് ഒരു കാനാത്തോട് റെഗുലേറ്റർ പണി തീർത്തിട്ടുണ്ട്. ഈ കാനാത്തോട് റെഗുലേറ്റർ എന്ന് പറയുന്നത് കോൾ അഡ്വൈസറിയുടെ അനുമതിയോട് കൂടിയല്ല. ഇവിടുത്തെ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. വെള്ളം ചിമ്മിനിയിൽ നിന്ന് വിട്ട് 5 ദിവസം കാത്തിരുന്നിട്ടും വെള്ളം എത്താതെ വന്നപ്പോൾ അവർ പരിശോധിച്ചപ്പോഴാണ് ഈ കാനാത്തോട് റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടത്. അതിന്മേ ഒരു അധികാരവും ഇല്ലാത്ത രീതിയിലാണ് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇവിടെ കാണപ്പെട്ടത്. ഇങ്ങനെ ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ കിഡ്ക്ക് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷന് ഗവൺമെൻറ് അനധികൃതമായിട്ട് അനുമതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പണി തീർത്തത്. ഇതാണ് ഇവിടെ വെള്ളമെത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം നേരിട്ടത്. അവരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് പോലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേക്കായി 343 കോടി രൂപയുടെ ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് ഹാജരാക്കാനാണ് ഹൈക്കോടതി ഉത്തരവ്. ഉപകരണങ്ങൾ വാങ്ങിയതിലുള്ള ക്രമക്കേടെന്ന വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ സർക്കാർ നടപടിയെടുക്കാത്തതിനെ തുടർന്ന് KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല, കൃത്യമായ പരസ്യം ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ 1266 വില്ലേജുകളിലാണ് ഈ റിസർവേ നടപടികൾക്ക് വേണ്ടി ഡിജിറ്റൽ റിസർവേയുടെ ഉപകരണങ്ങൾ 339.46 കോടി രൂപ ചെലവാക്കിയിട്ടാണ് ടെൻഡർ ക്ഷണിച്ചത്. അപ്പോൾ ഇതില് മുന്നു വാങ്ങിയ ഉപകരണങ്ങൾ മുഴുവനും നശിപ്പിക്കുകയാണ് ചെയ്തത്. അതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഉപകരണങ്ങൾ പോലും ഉപയോഗശൂന്യമാക്കിയിട്ടാണ് ഈ പുതിയ ടെൻഡർ വിളിച്ചത്. അപ്പൊ ഈ ടെൻഡർ വിളിക്കലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതിലെ വീഴ്ചകൾ ഞങ്ങൾ ഓരോന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇവര് 168 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അങ്ങനെ 168 കോടി രൂപയ്ക്ക് എസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇത് നേരെ ടെൻഡർ 343 കോടി രൂപ ഉപകരണങ്ങൾ വാങ്ങാൻ അത് റീ എസ്റ്റിമേറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ ഉപകരണങ്ങളുടെ വിലയിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 2.82 ലക്ഷം രൂപയ്ക്കാണ് 700 എണ്ണം വാങ്ങാൻ പറഞ്ഞത്. ഒറ്റയടിക്ക് 1700 എണ്ണം വാങ്ങാം. പിന്നെ ആദ്യത്തെ എസ്റ്റിമേറ്റ് 1.7 കോടി രൂപയുടെ ടാബ്ലറ്റ് എന്നതിന് പകരം അത് 47.94 കോടി രൂപയ്ക്കാണ് മാറ്റം വരുത്തിയത്. ആദ്യം മുഖ്യമന്ത്രിക്കും തുടർന്ന് വിജിലൻസ് ഡയറക്ടർക്കും കൊടുത്ത പരാതിയിൽ നടപടിയുണ്ടായില്ല. പിന്നീട് CBI കൊച്ചി യൂണിറ്റിന് പരാതി നൽകി. CBI വിജിലൻസ് ഡയറക്ടറോട് അന്വേഷണത്തിന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതനുസരിച്ച് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ അടങ്കൽ തുകയായി 168 കോടി രൂപ വെച്ച് നൽകിയ ടെൻഡർ പ്രകാരമാണ് ഹെക്സഗൺ എന്ന കമ്പനി തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വ്യക്തമായി. വാങ്ങാൻ ഉദ്ദേശിച്ച ഉപകരണങ്ങളുടെ മാനദണ്ഡങ്ങളിലും എണ്ണത്തിലും വ്യത്യാസം വരുത്തി ചില ഉപകരണങ്ങൾക്ക് 16 ഇരട്ടി വരെ തുക വർദ്ധിപ്പിച്ചതായും കണ്ടെത്തി. വാങ്ങിയ ഉപകരണങ്ങൾ ചെറിയ കാലയളവിനുള്ളിൽ തകരാറിലാവുകയും ചെയ്തു. ടെൻഡർ നടപടിക്രമങ്ങളിൽ അപാകതകൾ സംഭവിച്ചുവെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുവെന്നും ഷാജി കോടങ്കണ്ടത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. TCV തൃശൂർ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്. ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. പുതുക്കാട് ബാർ ഹോട്ടലിൽ ഉണ്ടായ സംഘർഷത്തിൽ 4 പേർ പിടിയിൽ. കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി വിഷ്ണു, വാസുപുരം സ്വദേശി ആയുഷ്, ചാലക്കുടി സ്വദേശി ജോർജ്, കുറ്റിക്കാട് സ്വദേശി അജിത്ത് എന്നിവരാണ് പിടിയിലായത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ബാറിലേക്ക് വന്ന ഓട്ടോ വിളിച്ചിട്ട് പോകാത്തതിലുള്ള വൈരാഗ്യത്തിൽ ഡ്രൈവറായ മോഹനനെ സംഘം മർദ്ദിക്കുകയായിരുന്നു. ഇത് കണ്ട് പിടിച്ചുമാറ്റാൻ ചെന്ന പുതുക്കാട് കണ്ണമ്പത്തൂർ സ്വദേശി തങ്കപ്പനെ യുവാക്കൾ മർദ്ദിച്ചു. മർദ്ദനത്തിൽ മുഖത്ത് പരിക്കേറ്റ തങ്കപ്പന്റെ പല്ല് പോയി. തങ്കപ്പനെ ആക്രമിക്കുന്നത് കണ്ട ഇടപെട്ട പുതുക്കാട് സ്വദേശി തൃക്കൂക്കാരൻ വീട്ടിൽ ബിജോയെ യുവാക്കൾ ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു. വയറ്റിൽ കുത്തേറ്റ ബിജോ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇതിനുശേഷം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ഇവർ ബാർ കോമ്പൗണ്ടിൽ നിർത്തിയിട്ട ബൈക്കുകൾ മറിച്ചിടുകയും ലൈറ്റ് കാലുകൾ നശിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ബാറിന് പുറത്തിറങ്ങിയ സംഘം റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പുകളുടെ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർക്കുകയായിരുന്നു. ആറ്റൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മരക്കുറ്റിയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ആറ്റൂർ ഭഗവതിക്കുന്ന് വീട്ടിൽ കുഞ്ഞന്റെ മകൻ 25 വയസ്സുള്ള സാരജ് ആണ് മരിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ BRD കാർ ഷോറൂമിന് സമീപമായിരുന്നു അപകടം. നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേച്ചേരി എരനെല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 4 യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചൂണ്ടൽ ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ നിന്ന് മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചു മാറ്റുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ പോസ്റ്റിലും സ്വകാര്യ വ്യക്തിയുടെ മതിലിലും ഇടിച്ച് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ പാവറട്ടി വെൺമേനാട് സ്വദേശി പോവിൽ റസാക്ക്, കാർ യാത്രക്കാരായ പെരിന്തൽമണ്ണ പുലാമന്തോൾ സ്വദേശി തോണിക്കടവ് മുനീർ, കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. എറണാകുളത്ത് നിന്ന് കുന്നംകുളത്തെ മത്സ്യ ഗോഡൌണിലേക്ക് ഫൈബർ കാലിപ്പെട്ടികളുമായി പോകുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിൽ ഇടിക്കാതിരിക്കുന്നതിന് വെട്ടിച്ച ലോറി വൈദ്യുത പോസ്റ്റും വീട്ടുമതിലും തകർത്തു. കോട്ടപ്പടി വാഴപ്പള്ളി വീട്ടിൽ ഗ്രേസുവിന്റെ മതിലാണ് തകർത്തത്. വൈദ്യുതി പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. കാറിടിച്ചതിനെ തുടർന്ന് കണ്ടെയ്നർ ലോറിയുടെ ഹൗസിംഗ് വേർപെട്ടു. ഡ്രൈവറെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുന്നമ്പറമ്പിൽ ടിപ്പർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞു വീണ് അപകടം. ആർക്കും പരിക്കില്ല. അപകടത്തിൽ അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ബ്രാഞ്ച് ഓഫീസിന് മുന്നിലെ ചില്ല് തകർന്നു. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ, ഡയറക്ടർമാരായ കുട്ടൻ മച്ചാട്, വർഗീസ് വാഗയിൽ എന്നിവർ ആരോപിച്ചു. ഗുരുവായൂർ ആനയോട്ടത്തിൽ ഇത്തവണ 3 ആനകളെ മാത്രം ഓടിക്കാൻ തീരുമാനം. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി രൂപീകരിച്ച സബ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. മതപ്പാടിലല്ലാത്തതും ആരോഗ്യവാന്മാരുമായ ആനകളെയാണ് പങ്കെടുപ്പിക്കുക. വിദഗ്ധ സമിതി നടത്തിയ പരിശോധനയിൽ 11 ആനകളെയാണ് പങ്കെടുപ്പിക്കാൻ അനുയോജ്യമായത് എന്ന് കണ്ടെത്തി. ഇതിൽ നിന്ന് 5 ആനകളെ നറുക്കിട്ട് തിരഞ്ഞെടുക്കും. ഇതിലെ 3 ആനകളാണ് മുൻനിരയിൽ ഓടുക. മറ്റ് 2 ആനകളെ കരുതലായി നിർത്തും. ഈ മാസം 28-നാണ് പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടം. യോഗത്തിൽ സബ് കമ്മിറ്റി ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ചു. ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ എം രാധ, KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ, AV ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ പാട്ടുരായ്ക്കൽ ജംഗ്ഷനിൽ സ്ഥാപിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയുടെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി R. ബിന്ദു ശിലാസ്ഥാപനം നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ മഞ്ജു M. കുമാർ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, ADM R. മനോജ്, ഡിവിഷൻ കൗൺസിലർ AV കൃഷ്ണമോഹൻ, കൗൺസിലർ അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, ശ്രീരാമകൃഷ്ണ മഠം തൃശൂർ അധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ,
സ്വാമി നന്ദാത്മജാനന്ദ, വിവേകദീപം ട്രസ്റ്റ് ഡോക്ടർ ഡി രാമനാഥൻ എന്നിവർ പങ്കെടുത്തു. സ്വാമി വിവേകാനന്ദൻ തൃശൂർ പാട്ടുരായ്ക്കലിൽ വന്നുപോയിട്ട് 130 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി 60 ലക്ഷം രൂപ ചെലവഴിച്ച് 18 അടി വലിപ്പമുള്ള പ്രതിമ സ്ഥാപിക്കുന്നത്. സാംസ്കാരിക വകുപ്പും ഔഷധിയും വിവേകദീപം ട്രസ്റ്റും ചേർന്നാണ് പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിർമ്മിക്കുന്ന പ്രതിമ 4 മാസം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം നടത്തി 135 വർഷങ്ങൾ പിന്നിടുമ്പോൾ അദ്ദേഹത്തിന്റെ ആ അതുല്യമായ സന്ദർശനത്തിന്റെ ഓർമ്മ ശാശ്വതീകരിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ ഈ പാട്ടുരാക്കൽ മേഖലയിൽ പ്രാപ്യവരാ നിബോധത ആ കാഴ്ചപ്പാടിൽ ജാതികളും ഉപജാതികളുമായി പ്രത്യാഘാതങ്ങൾ ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാർ വീണ്ടും പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ബാലഭവനിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ 3 മാസമായി ശമ്പളം ലഭിക്കുന്നില്ല. ശമ്പള കാര്യത്തിൽ യാതൊരു മറുപടിയും സാംസ്കാരിക വകുപ്പിൽ നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ജീവനക്കാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ പട്ടിണി സമരത്തിലേക്ക് നീങ്ങാനാണ് ജീവനക്കാരുടെ തീരുമാനം. പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന അവധിക്കാല ക്ലാസുകളെ അത് സാരമായി ബാധിക്കും. വയനാട് പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് ആവർത്തിച്ച് റവന്യൂ മന്ത്രി കെ രാജൻ. സ്പെഷ്യൽ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കളക്ടറേറ്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏപ്രിൽ 30 മുൻപ് എല്ലാവർക്കും വീട് കൈമാറും. ദുരന്തബാധിതരുടെ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഏതെങ്കിലും തൊഴിൽ സംരംഭത്തിൽ പങ്കാളിയാകാനുള്ള അവസരം ഒരുക്കും. കച്ചവടക്കാരുടെ പുനരധിവാസത്തിനും നടപടി തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. ഒരു കടമുറിക്ക് 7 ലക്ഷം രൂപ വീതം നൽകും. വീടുകൾ നിർമ്മിച്ച് കൈമാറും വരെ ദുരന്തബാധിതർക്ക് വാടക ഇനത്തിൽ നൽകുന്ന തുക തുടരുമെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് ചേർന്ന ക്യാബിനറ്റ് യോഗം വളരെ പ്രസക്തമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ പ്രാഥമികമായ കണക്കനുസരിച്ച് 52 ഓണർമാരുടെ 126 കടമുറികളാണ് നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ആ 126 കടമുറികൾക്കുള്ള നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചൊരു തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുണ്ട്. സാധാരണ നിലയിൽ 52 കടക്കാരുടെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ എന്ന വിധത്തിൽ ഉള്ള സഹായമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ആ 7 ലക്ഷത്തിന് പുറമെ ഒന്നിൽ കൂടുതൽ കടമുറികൾ ഉള്ള ആളുകൾക്ക് ഒരു കടമുറിക്ക് 7 ലക്ഷവും തുടർന്നു വരുന്ന ഓരോ കടമുറിക്കും 2.5 ലക്ഷം രൂപയും അധികമായി നൽകാവുന്ന വിധത്തിൽ 52 ഓണർമാരുടെ 126 കടമുറികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ അങ്ങനെ ലഭ്യമായിട്ടുള്ളത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ വൻ തിരക്ക്. വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങി. തുടർന്ന് ഖുർആൻ പാരായണം നടത്തി. ജുമാ നിസ്കാരം തുടങ്ങുമ്പോൾ തന്നെ വിശ്വാസികൾ തിങ്ങി നിറഞ്ഞു. പല പള്ളികളിലും വരി പുറത്തേക്ക് നീണ്ടു. റംസാൻ ആയതിനാൽ ജുമാ നിസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായി. തുടർന്ന് ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തിയുമാണ് ആളുകൾ മടങ്ങിയത്. വിസ തട്ടിപ്പ് കേസിൽ 2 പേരെ തൃശൂർ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. സുജിൽ ധർമ്മൻ, ബിനു ബാബുജി എന്നിവരാണ് അറസ്റ്റിലായത്. SP ജോസി ചെറിയാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. UK, കാനഡ എന്നിവിടങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് 12 കോടിയോളം രൂപ തട്ടിയ കേസിലാണ് നടപടി. തൃശ്ശൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു സ്കിൽഡ് ഇൻ എന്ന് പറയുന്ന സ്ഥാപനമാണിത്. ഈ സ്ഥാപനം UK
ആളുകളെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ ഇവർ 7 ലക്ഷം മുതൽ 15 ലക്ഷം വരെ ഇവർ പലരിൽ നിന്നും ആയിട്ട് വാങ്ങിച്ച്, പക്ഷേ ഇവർക്ക് കൃത്യമായിട്ടുള്ള ലൈസൻസോ അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനുള്ള യാതൊരു തരത്തിലുള്ള അംഗീകാരവും ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ഏകദേശം 153ഓളം പേരിൽ നിന്ന് പൈസ വാങ്ങിക്കുകയും പിന്നീട് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്ന് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. തൃശ്ശൂർ ജില്ലയിൽ മാത്രമാണ് ഇത്രയും കേസുകൾ. അതിനുശേഷം തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലൊക്കെ കേസുകളുണ്ട്. 160ഓളം കേസുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട 2 പേരാണ് ഇവർ. അതിന് പുറമെ ഒരു പ്രതിയും കൂടിയുണ്ട്, ഒരു മുഖ്യപ്രതിയും കൂടിയുണ്ട്. അതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവരെ ചെന്നൈയിൽ നിന്നാണ് ഇന്നലെ അന്വേഷണ സംഘം, CI ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് മാധ്യമ ലോകത്തേക്ക് തിരിച്ചു പോകണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആരോഗ്യമേഖല പാടെ തകർന്നുവെന്ന് ജനീഷ് കുറ്റപ്പെടുത്തി. തുടർച്ചയായി സംഭവിക്കുന്ന വീഴ്ചകളിൽ നിന്നും ആരോഗ്യമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും OJ ജനീഷ് വ്യക്തമാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ അനാരോഗ്യം ഏറ്റവും കൂടുതലായി പ്രകടമാകുന്നത് ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിലാണ്. സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളുള്ള ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കാണ് നമ്മൾ അറിയപ്പെട്ടിരുന്നത്. നമ്പർ 1 ആണ് എന്നാണ് നമ്മളെല്ലാം ഏത് സർക്കാരിന്റെ കാലഘട്ടത്തിലും പറഞ്ഞിരുന്നതെങ്കിൽ കേരളത്തിൽ ഇടതുമുന്നണിയുടെ കാലഘട്ടത്തിൽ നമ്പർ 1 ആയിരുന്ന ആരോഗ്യ മേഖല നമ്പർ 0 ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷയുടെ അവസ്ഥയാണെങ്കിൽ തന്നെ 5 വർഷക്കാലമാണ് ആ ചികിത്സാ പിഴവിന്റെ ഭാഗമായി അവർ വേദന നിന്ന് അനുഭവിക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. അവർ കയറിയിറങ്ങാത്ത ആശുപത്രികളില്ല. ഇതിന്റെ ഭാഗമായ ആ ചികിത്സാ പിഴവ് ഇന്നലെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് 5 അല്ല എത്ര വർഷക്കാലം വേണമെങ്കിലും ആ കത്രിക അവരുടെ വയറിനകത്തിരുന്നാൽ യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര നിരുത്തരവാദിത്വപരമായിട്ടാണ് അന്ന് ആ ശസ്ത്രക്രിയക്ക് നേതൃത്വം കൊടുത്ത അവിടെ നിന്ന് റിട്ടയർ ആയ ഡോക്ടർ എന്ന് പ്രസ്താവന നടത്തുന്നത്. ഇവർക്കെല്ലാം ഇങ്ങനെ പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കില്ലല്ലോ. ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി പറയുന്നത് ഈ കപ്പൽ ഇങ്ങനെ നവകേരളത്തിന്റെ തീരത്തേക്ക് അടുക്കുകയാണെന്നും കപ്പൽ ആടി ഉലയുകയില്ല എന്നൊക്കെയാണ് ആ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാണ്, കപ്പൽ ആടി ഉലയുകയില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റിന് അപ്പുറത്തേക്ക് ഇത്രയൊക്കെ ഗുരുതരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവരുടെ മനസ്സൊന്ന് ആടി ഉലയുന്നില്ല എന്നുള്ളതാണ് കേരളം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. LDF സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നയങ്ങൾക്കും വഞ്ചനയ്ക്കുമെതിരെ BJP പട്ടികജാതി മോർച്ച കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് നടത്തി. BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് നെല്ലിക്കാട് അധ്യക്ഷത വഹിച്ചു. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സെക്രട്ടറി സുജയ് സേനൻ, KR ഹരി, PK ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ സമർപ്പണവും ക്ഷേത്രമൈതാനത്തിലെ നവീകരിച്ച വൈദ്യുതി വിളക്കുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും ഞായറാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 4-ന് വടക്കുംനാഥ ക്ഷേത്രമൈതാനത്തിന്റെ വടക്കുഭാഗത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടുകൾക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകി. ഞായറാഴ്ച നടക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, പൂരം ദിവസം നടക്കുന്ന പകൽ വെടിക്കെട്ട്, പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ട് എന്നിവയ്ക്കാണ് ADM R അനിൽ അനുമതി നൽകിയിരിക്കുന്നത്. ഉത്രാളിക്കാവ് പൂരപങ്കാളികളായ എങ്കക്കാട്, കുമരനെല്ലൂർ ദേശക്കാരുടെ കാഴ്ചപ്പന്തലുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഇരുദേശങ്ങളും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ഇരുവശത്തായി പാടത്താണ് കാഴ്ചപ്പന്തൽ ഒരുക്കുന്നത്. കുമരനെല്ലൂർ ദേശത്തിന് മയൂരപ്പന്തൽ ചെറുതുരുത്തിയാണ് ഒരുക്കുന്നത്. എങ്കക്കാടിനു വേണ്ടി കൃഷ്ണ പന്തൽ ആറാട്ടുപുഴയാണ് കാഴ്ചപ്പന്തൽ ഒരുക്കുന്നത്. ഈ മാസം 24-നാണ് പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ശിവൻ പെരിങ്ങോട്ടുകര അവതരിപ്പിച്ച അഷ്ടപതി നടന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം നടന്ന വിശേഷാൽ ശിവേലിക്ക് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു.
വരവൂർ പിലാക്കാട് ലക്ഷം വീട് ഉന്നതിയിൽ തീപിടുത്തം. ജനവാസ മേഖലയിലെ പറമ്പിൽ നിന്നിരുന്ന ഉണക്കപ്പുല്ലിനാണ് ആദ്യം തീപിടിച്ചത്. പിന്നീട് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് വ്യാപിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ അണയ്ക്കാൻ ശ്രമം നടത്തിയതോടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തീ പടരാതിരിക്കാൻ സഹായകരമായി. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,315 രൂപ, പവന് 1,14,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലേക്ക്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തും. ഭൂമിയുടെ കൈവശാവകാശ രേഖ നൽകുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. പുന്നയൂർകുളം കടിക്കാട് വില്ലേജ് ഓഫീസിലെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ NP വിനോദാണ് അറസ്റ്റിലായത്. ജില്ലയിലെ കോൾനിലങ്ങളിലേക്ക് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറുടെ ചേംബർ ഉപരോധിച്ചു. ഇറിഗേഷൻ കനാലുകളിലെ ചണ്ടി നീക്കി വെള്ളം സുഗമമായി എത്തിക്കാൻ നടപടിയെടുക്കുമെന്ന് കളക്ടർ. സംസ്ഥാനത്ത് ഡിജിറ്റൽ റീസർവേക്ക് ഉപകരണങ്ങൾ വാങ്ങിയതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. 3 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാനാണ് അഡ്വക്കേറ്റ് ഷാജി കോടങ്കടത്ത് നൽകിയ ഹർജിയിൽ കോടതി ഉത്തരവിട്ടത്. പുതുക്കാട് ബാർ ഹോട്ടലിൽ ഉണ്ടായ സംഘർഷത്തിൽ 4 പേർ അറസ്റ്റിൽ. പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മദ്യപാന സംഘത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ആറ്റൂരിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട മരക്കുറ്റിയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. എരനെല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ഖാനയിലേക്ക് മറിഞ്ഞു. പുന്നമ്പറമ്പിൽ ടിപ്പർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞു. ഗുരുവായൂർ ആനയോട്ടത്തിൽ ഇത്തവണ 3 ആനകളെ മുൻനിരയിൽ ഓടിക്കാൻ തീരുമാനം. മതപ്പാടിൽ അല്ലാത്തതും ആരോഗ്യവാന്മാരുമായ ആനകളെയാണ് പങ്കെടുപ്പിക്കുക. ഈ മാസം 28-നാണ് ആനയോട്ടം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.